ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 സിനോണിംസ് ആണ്. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് ട്രെൻചാൻഡ് എന്നാണ്. ട്രെൻചാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻസിസീവ് എന്നാണ്. അതിനർത്ഥം മൂർച്ചയുള്ള, ക്ഷമയില്ലാത്ത എന്നൊക്കെയാണ്. എക്സ്പ്രസ്ഡ് ഷാർപ്ലി ഓർ ക്ലിയർലി, ഫോഴ്സ്ഫുൾ ആൻഡ് എഫക്റ്റീവ് എന്നാണ് ഇംഗ്ലീഷിലെ മീനിങ്. ട്രെൻചാൻഡ് എന്ന് പറഞ്ഞാൽ സിനോണിം എന്ന് പറയുന്നത് ഇൻസിസീവ് ആണ്, മൂർച്ചയുള്ള, ക്ഷമയില്ലാത്ത, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. അടുത്ത വേർഡ് അപ്പോക്രിഫൽ എന്നാണ്. അപ്പോക്രിഫൽ എന്ന് പറഞ്ഞാൽ ഫിക്റ്റീഷ്യസ് എന്നാണ്. ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയമായ, സത്യമല്ലാത്ത എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോക്രിഫൽ അതായത് ഫിക്റ്റീഷ്യസ്. ഡൗട്ട്ഫുൾ എന്നൊക്കെയാണ്. ഡൗട്ട്ഫുൾ, ഓതൻറ്റിസിറ്റി, പ്രോബബ്ലി, അൺട്രൂ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് സെസ്ക്യുപെഡാലിയൻ എന്നാണ്. സെസ്ക്യുപെഡാലിയൻ എന്ന് പറഞ്ഞാൽ ലോങ് വിൻഡഡ് എന്നാണ്. അതായത് എന്താണ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ദൈർഘ്യമേറിയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളിനെയാണ് എന്താ സെസ്ക്യുപെഡാലിയൻ എന്ന് പറയുന്നത്. ലോങ് വിൻഡഡ് ആണ് അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് ലോങ് ആൻഡ് കോംപ്ലക്സ് വേർഡ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്. ഓക്കെ, അടുത്ത സിനോണിം എന്ന് പറയുന്നത് ഇൻസോസിയൻ്റ്. ഇൻസോസിയൻ്റ് എന്ന് പറഞ്ഞാൽ കെയർ ഫ്രീ എന്നാണ് മീനിങ്. സിനോണിം എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് ഷോയിങ് എ ലാക്ക് ഓഫ് കൺസേൺ ഓർ വറി ഫ്രീ എന്നാണ്. അലസമായിട്ട്, കരുതലില്ലാത്ത, ആരും ശ്രദ്ധിക്കാനില്ലാത്ത എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, ഇൻസോസിയൻ്റ് എന്ന് പറഞ്ഞാൽ കെയർ ഫ്രീ. അടുത്ത വേർഡ് ഇംപ്ലൈക്കബിൾ എന്നാണ്. ഇംപ്ലൈക്കബിൾ എന്ന് പറഞ്ഞാൽ അൺഫോർഗിവിങ് എന്നാണ്. അതായത് എന്താണ്, ക്ഷമിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ എന്താണ് സംതൃപ്തി ലഭിക്കാത്ത ആൾക്കാരാണ് ഇംപ്ലൈക്കബിൾ എന്ന് പറയുന്നത്. ഇംപ്ലൈക്കബിളിൻ്റെ സിനോണിമാണ് അൺഫോർഗിവിങ്. അണേബിൾ ടു ബി കാംഡ് ഓർ സാറ്റിസ്ഫൈഡ്.